ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കൾക്ക് കനത്ത തിരിച്ചടി. പി ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളി. ഇരുവരും കേസിൽ വിചാരണ നേരിടണം. ഗൂഢാലോചന കുറ്റമാണ് പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം ചുമത്തിയത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, പി ജയരാജന്റെയും TV രാജേഷിന്റെയും വിടുതൽ ഹർജിക്കെതിരെ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക ഒരു ഹർജി നൽകിയിരുന്നു. ഇതിലെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ കോടതി ഈ വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു. ഇതാണ് പ്രാഥമികമായി ഈ കേസിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കൊലപാതകത്തിൽ ജയരാജനും രാജേഷിനുമെതിരെ തെളിവുകൾ ഉണ്ടെന്നും പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായതിന് സാക്ഷികളുണ്ടെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു. 2028 മുതൽ 33 വരെ പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതിന് തെളിവുണ്ടെന്ന് കോടതി മുൻപാകെ ഈ ആത്തിക്ക ചൂണ്ടിക്കാട്ടി. അത് കോടതി മുഖവിലക്കെടുത്തു. മനസ്സിലാക്കേണ്ടത്, അതിനാൽ വിടുതൽ ഹർജി തള്ളണം എന്ന അവരുടെ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ജയരാജന്റെയും TV രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് കോടതിയുടെ ഈ തീരുമാനത്തോടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. അതാണ് നേരത്തെ ആത്തിക്ക കോടതിയെ ബോധ്യപ്പെടുത്തിയതും. എന്തായാലും CBI ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇനി അതിൽ ഇരുവരും വിചാരണ നേരിടണം. CBIയുടെ കുറ്റപത്രത്തിന്മേൽ വിചാരണ നേരിടണം രണ്ടുപേരും. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. അതിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല രണ്ടു പ്രതികളെയും എന്നാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി സൂചിപ്പിച്ചത്. പി ജയരാജനും TV രാജേഷിനും കനത്ത തിരിച്ചടിയാണ്. ഇരുവരും ഈ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട പ്രതികളെന്ന നിലയിൽ തന്നെ വിചാരണ നേരിടണമെന്ന് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ADGP MR അജിത് കുമാറിനെ അടിയന്തരമായി മാറ്റണമെന്ന കടുത്ത നിലപാടിൽ CPI. അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും ഇത് രാഷ്ട്രീയ വിഷയമാണെന്നും പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. നടപടി ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടു പോകാനാകില്ല. കൂടിക്കാഴ്ച എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും K പ്രകാശ് ബാബു പറഞ്ഞു. ഇത് CPIയുടെ മുഴുവൻ അഭിപ്രായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളിൽ നിന്ന് അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തി. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. വൈകുന്നതിലുള്ള ആശങ്കയാണല്ലോ ലേഖനത്തിൽ കൂടെ വീണ്ടും പങ്കുവച്ചത്. എന്നാൽ K പ്രകാശ് ബാബുവിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. അന്വേഷണത്തിന് ശേഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ശ്രീ പ്രകാശ് ബാബുവാണ് ADGP തുടരാൻ, ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ പരാതിയും ഗവൺമെന്റിന്റെ അന്വേഷണത്തിലാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ADGP കുറ്റക്കാരനാണോ അല്ലയോ അത് അന്വേഷണത്തിന്റെ ഭാഗമായി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ കർശനമായ നടപടി സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ നിലപാട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, ഇതിപ്പോൾ അന്വേഷണം തീരും വരെ കാത്തിരിക്കണം എന്നായിരുന്നു LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. CPI അതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും മുന്നണി മര്യാദ എന്ന നിലയിൽ അത് അംഗീകരിച്ച് യോഗത്തിന് ശേഷം പുറത്തു വരികയും പിന്നീട് പഴയ നിലപാട് ആവർത്തിക്കുകയും ചെയ്തതാണ് ബിനോയ് വിശ്വം. അതിൽ കുറെ കൂടി കടുപ്പിക്കുകയാണ് പ്രകാശ് ബാബു. അത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് LDF കൺവീനർ പറയുന്നു. ഇത് CPIയുടെ അഭിപ്രായമാണെന്ന് പ്രകാശ് ബാബു പിന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയല്ല, CPIക്ക് അകത്തെ ആഭ്യന്തര ചർച്ചകളിൽ കുറെ കൂടി മേൽക്കൈ നേടാനുള്ള പ്രകാശ് ബാബുവിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കുമോ ഈ തുറന്നു പറച്ചിലും ജനയുഗത്തിലെ ലേഖനവും പിന്നീട് ഇത് പാർട്ടിയുടെ ആകെ നിലപാടാണെന്നുള്ള വിശദീകരണവും? വിജയകുമാർ, ADGP MR അജിത് കുമാർ RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബാലെ, റാം മാധവ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വിവാദമായത്. എന്തിനു വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്? വ്യക്തിപരമായാണോ ഈ കൂടിക്കാഴ്ച, അതോ ആരുടെയെങ്കിലും നിർദ്ദേശമുണ്ടായിരുന്നോ എന്നതായിരുന്നു പ്രധാനമായും ഇടതു നേതാക്കൾ തലപുകഞ്ഞ് ആലോചിച്ചത്. കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം RJD നേതാക്കൾ ഉന്നയിച്ചു. പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ADGPക്കെതിരെ നടപടി വേണം എന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ചയ്ക്കിടെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത്
അന്വേഷണം നടക്കുകയാണ് DGP തലത്തിൽ. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നായിരുന്നു. അതുകൊണ്ട് വിശദ ചർച്ചകളിലേക്ക് ആ യോഗം കടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ CPI കൂടുതൽ കടുത്ത പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. പ്രകാശ് ബാബു തന്നെ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞിരിക്കുന്നു, ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ നിലയിലാണ് സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അദ്ദേഹത്തെ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന നിലപാടാണ് CPI ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അക്കാര്യം അദ്ദേഹം CPI മുഖപത്രമായ ജനയുഗത്തിൽ എഴുതുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ CPIയുടെ ഒരു ഔദ്യോഗിക നിലപാടാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നാലെ TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനർ, അദ്ദേഹം 24-നോട് പറഞ്ഞത് ഈ ADGP സ്ഥാനത്ത് നിന്ന്, ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ ഇപ്പോൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ്. അങ്ങനെ മുന്നണിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം CPIയും CPIM തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടെങ്കിലും CPI നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. അത് ഏതായാലും വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ CPIയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മാത്രമല്ല, ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് വേണമെന്നാണ് CPIക്ക് പൊതുവെ അഭിപ്രായമുള്ളത്. പക്ഷേ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ അവർക്ക് ഇക്കാര്യത്തിൽ ശക്തമായി ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുറത്തിപ്പോൾ അവരുടെ നേതാക്കൾ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ്. വിജയകുമാർ. ദിലീപ്, ഇവിടെ ബിനോയ് വിശ്വം അതിൽ ഒരു നിലപാടെടുക്കുന്നു, അത് വിശദീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മുന്നണി യോഗത്തിൽ അത് കാര്യമായി അത് ഉന്നയിക്കാനോ അതിന്മേലൊരു കടുത്ത സമീപനം സ്വീകരിക്കാനോ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിലെ പാർട്ടിക്കകത്തുള്ള വികാരമാകെ പ്രകടിപ്പിക്കുന്ന ഒരു നേതൃനിരയിലേക്ക് പ്രകാശ് ബാബു ഉയർന്നു വരികയാണ്. അപ്പം നമുക്കറിയാം ആ CPIക്ക് അകത്ത് നടക്കുന്ന ആഭ്യന്തര ചർച്ചകളൊക്കെ അറിയാം. പ്രകാശ് ബാബുവിനെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നതായും ഒക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ അതിനിടയിൽ വരികയും അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ കാണുകയും ചെയ്തതാണ്. ആ പശ്ചാത്തലത്തിൽ ഇതിൽ ഇത്തരം ADGP RSS കൂടിക്കാഴ്ചക്കെതിരെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകളുടെ ആകെ ചാമ്പ്യനാകാൻ അദ്ദേഹത്തിന് ഈ പ്രതികരണത്തിലൂടെ കഴിയുന്നുണ്ട് എന്നത് ആഭ്യന്തര ചർച്ചയിലെ ഒരു ഘടകം കൂടിയാണല്ലോ, അല്ലേ? വിജയകുമാർ, ഇത്തരം വിഷയങ്ങൾ തീർച്ചയായും CPIയുടെ ഭാഗത്ത് നിന്ന് അതൊരു ദുർബല പ്രതികരണമായിരുന്നു കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായത് എന്ന അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ട്. പക്ഷേ അവരാരും തുറന്നു പറയാൻ അക്കാര്യം തയ്യാറായിരുന്നില്ല. K പ്രകാശ് ബാബു ഇപ്പോൾ ഈ വിഷയത്തിൽ തുറന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. CPIയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ തുറന്ന പ്രതികരണത്തിൽ ഉണ്ടാകാം. എങ്കിലും CPIയുടെ പൊതുവികാരം ഈ അജിത് കുമാറിനെ ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നതാണ്. അത് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ആ നിലയിൽ സമർത്ഥിക്കാൻ CPIക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം പല നേതാക്കൾക്കുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രകാശ് ബാബുവിനെ പോലെ കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ തുറന്ന പ്രതികരണവുമായി രംഗത്ത് വരും എന്ന് കരുതാം. ഇത് വിഷയം ഇടതുമുന്നണിക്ക് വലിയ സങ്കീർണതയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, പ്രകാശ് ബാബുവിൻ്റേതൊരു വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ ചുരുക്കിക്കാണാനാണ് LDF കൺവീനർ ശ്രമിച്ചത്. പക്ഷേ ഇത് CPIയുടെ മുഴുവൻ അഭിപ്രായമാണ് എന്ന് പിന്നീട് പ്രകാശ് ബാബു വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടി വേണം, നടപടി എടുക്കാതിരുന്നതിൽ പാർട്ടിക്ക് അതൃപ്തിയുണ്ട്, നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് പാർട്ടിയുടെ ആവശ്യമെന്നത് ഈ ഘട്ടത്തിൽ പ്രകാശ് ബാബു മാധ്യമങ്ങളോട് പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളാണ് B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അമിത ജോലിഭാരത്തെ തുടർന്ന് യുവതി കുഴഞ്ഞു വീണു മരിച്ചെന്ന പരാതിയുമായി കുടുംബം. പൂനെയിലെ E&Y ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിക്കെതിരെയാണ് പരാതി. കൊച്ചി കങ്ങരപ്പടി സ്വദേശി എന്ന സെബാസ്റ്റ്യനാണ് മരിച്ചത്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മകൾ അതിന് തയ്യാറായില്ല എന്ന് കുടുംബം പറഞ്ഞു. ഇനിയൊരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ചെയർമാന് കുടുംബം കത്തയച്ചു. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ്. എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല. ഇപ്പോൾ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ നടക്കുന്നത്. അതിനൊരു അവസാനം വരണം, അതുമാത്രം ഉദ്ദേശിച്ചു. ഞങ്ങൾ ആ ലെറ്റർ എഴുതിയാലും അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവർക്ക് ലീഗൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇനിയുള്ള ഒരു ജോയിൻ ചെയ്യുന്ന ഒരു പുതിയ ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരരുത്. ഞങ്ങൾ കത്തയച്ച EY ഇന്ത്യ ചെയർമാൻ അയച്ചു കൊടുത്തു. പിന്നെ അവരുടെ ടോപ്പ് ഒഫീഷ്യൽസ് 5 പേർക്കും അയച്ചു. പുള്ളി പറഞ്ഞു, പുള്ളി അന്നേരമാണ് ഈ സംഭവം അറിഞ്ഞത് തന്നെ. ഞങ്ങൾ ലെറ്റർ അയച്ചപ്പോൾ തന്നെയാണ് ഇതറിഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളൊരു ഫോറം ഉണ്ടാക്കുന്നുണ്ട്, ആ ഫോറത്തിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ അറിയിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് നിതിൻ, ഇവിടെ IT മേഖലയിലെ തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന്
ഉണ്ടായ പ്രശ്നമാണ് അന്നയുടെ മരണത്തിലേക്ക് എത്തിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. അതിലൊരു അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി പറയുന്നു. രാജ്യമാകെ ഇത് ചർച്ച ചെയ്യാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തുടർ നടപടികൾക്ക് കുടുംബം തയ്യാറെടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നിയമ നടപടികൾ അടക്കം എന്താണ് പിതാവ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്? ബിജുമാർ, ജൂലൈ 20-നാണ് അന്ന എന്ന പെൺകുട്ടി താമസ സ്ഥലത്ത് കുഴിഞ്ഞു വീണ് മരിച്ചത്. അതിനുശേഷം അന്നയുടെ അമ്മ ഇതിൽ കമ്പനിക്ക് അയച്ച കത്താണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. തൊഴിൽ ഭാരം മൂലമാണ് അന്ന കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. ഈ ഒരു കത്ത് വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരുന്നു. IT കമ്പനികളിൽ നിന്നെല്ലാം തന്നെ വലിയ പ്രതിഷേധമാണ് ENY കമ്പനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാതാപിതാക്കളുടെ ആരോപണത്തിൽ അന്വേഷണം നടത്താമെന്നാണ് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജ വ്യക്തമാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് ആവശ്യപ്പെട്ട് ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ശോഭ കരന്തലജ ഇതിലൊരു അന്വേഷണം നടത്താമെന്ന് അറിയിച്ചിരിക്കുന്നത്. തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര തൊഴിൽ സഹമന്ത്രി വ്യക്തമാക്കുന്നു. ഇതിലിപ്പോൾ അല്പസമയം മുമ്പ് തന്നെ അന്നയുടെ പിതാവുമായി സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇതൊരു നിയമ നടപടിക്ക് പോകുന്നൊരു നിലയിലേക്ക് ഇത് ഉദ്ദേശിച്ചല്ല കത്തയച്ചത്. പകരം ഇങ്ങനൊരു ദുരവസ്ഥ തന്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഒരു കത്തയച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും നിയമ നടപടി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത് അത്തരമൊരു ആലോചനയിലേക്ക് താൻ കടന്നിട്ടില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇതിൽ അന്വേഷണം നടത്താമെന്ന് അറിയിച്ച വിവരം മാധ്യമങ്ങളുടെ മാത്രമേ താൻ അറിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇന്നൊരാൾക്കും ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാകരുതെന്നാണ് അദ്ദേഹം ഇപ്പോൾ അന്നയുടെ പിതാവ് CB ഇപ്പോൾ 24 വ്യക്തമാക്കിയത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് പലപ്പോഴും രാജിവെച്ച് തിരിച്ചു വരാൻ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഒരു വർഷമെങ്കിലും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അത്തരമൊരു നടപടി സ്വീകരിക്കാമെന്നാണ് മകൾ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അന്നയുടെ പിതാവ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. എന്തായാലും ഇതിൽ കമ്പനി ഒരു മറുപടി ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു ആരോപണത്തിൽ എന്തായാലും അന്വേഷണം നടത്താമെന്നാണ് കമ്പനി അധികൃതർ എന്തായാലും അന്നയുടെ മാതാപിതാക്കളോട് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരാൾക്കും ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടാകരുതെന്നാണ് അദ്ദേഹം ഇപ്പോൾ 24 ഇപ്പോൾ നൽകിയ പ്രതികരണത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. അന്നയുടെ മാതാപിതാക്കൾ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് പരിഗണിച്ച് ഒരു സമിതി രൂപീകരിച്ച് ഈ വിഷയം പരിശോധിക്കുമെന്ന് കമ്പനി ചെയർമാൻ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. IT ജീവനക്കാരുടെ ആകെ കൂട്ടായ്മകൾ ഇതിനോടകം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഈ കുട്ടിയുടെ അന്നയുടെ കുടുംബം അയച്ച കത്ത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഒരു പാർട്ടിയുടെ അത്യാഗ്രഹത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യം വളയില്ല എന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. റഹീസ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം സമവായത്തിലൂടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയും. വലിയ ചർച്ചകൾ ഇക്കാര്യത്തിൽ എല്ലാവരുമായി നടത്തും. 32 പാർട്ടികൾ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. 15 പാർട്ടികളാണ് എതിർക്കുന്നത്. ആ 15 പാർട്ടികളുമായും പ്രത്യേകം ചർച്ച നടത്തും എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. അതിനിടെയാണ് സ്റ്റാലിൻ്റെ കടുത്ത നിലപാട്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അതെ, തീർച്ചയായും ഈ ഒരു പദ്ധതി സമവായത്തിലൂടെ എടുക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും കരുതുന്നത്. പക്ഷേ അത് നടപ്പിലാകില്ല എന്നുള്ള സൂചനയാണ് ഇന്നലെ ചില BJD നേതാക്കളിൽ നിന്ന് തന്നെ ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ DMK നേതാക്കളും ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം കടുത്ത ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ ഒരു പദ്ധതിയെ വിമർശിക്കുന്നത്. കാരണം ഇത് BJPയുടെ ഒരു ഈഗോയിലൂടെ ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒരു പദ്ധതിയെ, യുക്തിരഹിതമായ ഒരു പദ്ധതിയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഒരു വൈവിധ്യപൂർണമായ ഒരു ജനാധിപത്യമാണ്. അതിൽ ഒരു കോംപ്ലക്സ് ആയ ജനാധിപത്യമാണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ളൊരു അധികാരത്തിൻ്റെ ഒഴുക്ക് അത് നടപ്പിലാകുന്നുണ്ട്. അതിനെ ബാധിക്കാത്ത തരത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി അധികാരത്തിൻ്റെ ഒരു ഒഴുക്ക് നിലയ്ക്കും, ഒപ്പം തന്നെ ഒരു ഭരണസ്തംഭനമടക്കം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇലക്ഷൻ മാറും എന്നുള്ള ഒരു കൃത്യമായ വീക്ഷണം അദ്ദേഹം ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൊക്കെ നമ്മൾ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവുകളിലൂടെയാണ് മിക്കവാറും ഈ ഉദ്യോഗസ്ഥരിലൂടെയൊക്കെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. അതിനെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ സമ്പ്രദായമാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് കൂടി സ്റ്റാലിൻ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പാർട്ടി
വ്യക്തിയുടെ അത്യാഗ്രഹത്തിന് അധികാരത്തിനോടുള്ള ആർത്തിക്ക് വേണ്ടി അവർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി അതൊരു രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വളയില്ല എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. തൊഴിലില്ലായ്മ രൂക്ഷമായി മാറുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ചില പൊടിക്കൈകൾ പോലെ ചില പദ്ധതികൾ കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തരത്തിലേക്കൊക്കെയാണ് കേന്ദ്രം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് കൂടി സ്റ്റാലിൻ പറയുന്നു. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴാണ് കടുത്ത വിമർശനവുമായി DMK നേതൃത്വം രംഗത്ത് വരുന്നത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ സുഭദ്ര കൊലപാതക കേസിൽ 1-ാം പ്രതി ഷർമിള, 2-ാം പ്രതി മാത്യൂസ് എന്നിവരെ 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ ഇന്ന് തന്നെ കൊലപാതകം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോടതിയിൽ നിന്നും പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ 1-ാം പ്രതി ഷർമിള പൊട്ടിക്കരഞ്ഞു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു ഷർമിളയുടെ പ്രതികരണം. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ പിന്നെ ആരാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഷർമിള എന്താണ് മറുപടി പറയാൻ ശ്രമിച്ചത്? കോടതി വളപ്പിൽ നിന്നും വിജയകുമാർ പിന്നീട് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഷർമിള പറയുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് പിന്നെ ആരാണ് ചെയ്തത്? പക്ഷേ അതിന് മറുപടി പറയുന്നത് താൻ അമ്മയെപ്പോലെയാണ് കണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം പിന്നീട് പോലീസ് ജീപ്പിൽ മിണ്ടാതെ പോകുന്ന ഷർമിളയാണ് കോടതി വളപ്പിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കൊട്ടാരക്കരയിലെ സ്പെഷ്യൽ കോടതി ജയിലിലുണ്ടായിരുന്ന ഷർമിള ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ കൊണ്ടുവന്നത്. കസ്റ്റഡി അപേക്ഷ കോടതി ശരിവെച്ച് 8 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. 2-ാം പ്രതി മാത്യൂസിനെയും 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 3-ാം പ്രതി റെയ്നോൾഡിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വേണ്ട, ഇവരുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം പിന്നീട് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലത്തെ തീരുമാനം. ഇവരെ ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൃത്യം നടന്ന കലവൂർ കോർത്തശ്ശേരിയിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിന് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ പ്രതികളുടെ മൊഴിയും അങ്ങനെയാണ്. ഈ ഒരു ഷാൾ ഉപയോഗിച്ച് സുഭദ്രയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ആ ഷാൾ ഒപ്പം തന്നെ രക്തക്കറ ഉള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. സുഭദ്രയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന മറ്റ് വസ്ത്രങ്ങളൊപ്പം തന്നെ ഈ ഫോൺ, സുഭദ്രയുടെ ഫോൺ അരൂർ പാലത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു എന്നുള്ള മൊഴിയാണ് പ്രതികൾ നൽകിയിട്ടുള്ളത്. അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസ് ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഉച്ചയ്ക്ക് 2:30 തെളിവെടുപ്പ് വീട്ടിൽ നടത്തിയ ശേഷം ഇന്ന് രാത്രിയോടെ ഉടുപ്പിയിലേക്ക് ഈ പ്രതികളെ കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അവിടെയാണ് ഇവർ ഏറെ നാളും ഒളിവിൽ കഴിയുന്നത്. അവിടെയാണ് സ്വർണ്ണത്തിൽ അധിക ഭാഗവും വിറ്റത്. അവിടെ തെളിവെടുപ്പ് നടത്തി നാളെ എറണാകുളത്ത് ഇവർ പിന്നീട് ഒളിവിൽ കഴിഞ്ഞ സ്ഥലം, പിന്നീട് ആലപ്പുഴയിൽ ഇവർ സ്വർണ്ണം വിറ്റ സ്ഥലം, അങ്ങനെ പല സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ജോലി. വിവരങ്ങൾ നൽകിയത്. മാത്യൂഷും ഷർമിളയും 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്ന് തന്നെ ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊട്ടാരക്കര പള്ളിക്കലിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മരണമുറപ്പിക്കാൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. AV ജയശങ്കർ വിവരങ്ങൾ നൽകും കൊട്ടാരക്കരയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് കൊലപാതക കാരണം? പോലീസിന് ഇതിൻ്റെ വിശദാംശങ്ങൾ, ഈ പ്രതി തന്നെ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതുകൊണ്ട് അയാൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ടാകുമല്ലോ എന്തിനാണ് കൃത്യം നടത്തിയത് എന്നതടക്കം. അതായത് ഈ പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി ഇന്ന് രാവിലെയോടെയാണ് കീഴടങ്ങിയത്. ഇയാൾ തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന കാര്യമാണ് പോലീസിനെ അറിയിച്ചത്. ഈ സരസ്വതി അമ്മ എന്നായിരുന്നു ഭാര്യയുടെ പേര്. അതായത് ഭാര്യയുമായി ഇയാൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ ഭാര്യ മറ്റ് ചില ആളുകളുമായി എല്ലാം ബന്ധമുണ്ട്, അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യം കഴിഞ്ഞ ദിവസം തർക്കത്തിലേക്ക് കലാശിച്ചു. ഈ തർക്കത്തിനിടെയാണ് ഇയാൾ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നാലെ മരണം ഉറപ്പിക്കാൻ ആയുധം ഉപയോഗിച്ച് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. എന്തായാലും ഭാര്യ നിലവിൽ മരിച്ചിട്ടുണ്ട്. ഈ മരണപ്പെട്ട സരസ്വതി അമ്മയ്ക്ക് 50 വയസ്സാണ് പ്രായമുള്ളത്. ഇതിനുശേഷമാണ് ഇയാൾ
സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിലവിൽ സ്വീകരിക്കുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഈ ഭാര്യയ്ക്ക് 50 വയസ്സിലധികം പ്രായമുണ്ട്. പ്രതിയും സമാനമായ രീതിയിൽ മുതിർന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും പക്വതയുള്ള ഒരു പ്രായത്തിലും ഇവർ എന്തിന് ഇത്തരത്തിലൊരു കാര്യം പ്രതി ചെയ്തു എന്ന വിഷയമാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി പോലീസ് ഈ വിഷയത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, കൊട്ടാരക്കര പള്ളിക്കലിലാണ് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് മരണം ഉറപ്പിക്കാൻ വെട്ടുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. കൊലപാതകം എന്തിനായിരുന്നു എന്നതടക്കം പോലീസ് വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ജലവിതരണം മുടങ്ങുമെന്നതാണ്. ആൽത്തറ മേട്ടുക്കട റോഡിൽ ഈ മാസം 24-ന് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് വാട്ടർ അതോറിറ്റി ഇക്കാര്യം അറിയിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.